നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 9/6/2025 നടന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. ആനുകാലിക ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇനി വരുന്ന പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനിയും ചോദിച്ചുകൂടായികയില്ലാത്ത ചോദ്യങ്ങളാണ് ഇവയൊക്കെ. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ചോദ്യം, 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ഓപ്ഷൻ സി ഹിമാനി സംരക്ഷണം എന്നാണ്. ഹിമാനി സംരക്ഷണം. പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ 2024 2025 പ്രമേയങ്ങൾ അതായത് തീമുകൾ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട PSC ചോദിക്കാൻ ചാൻസ് ഉള്ള എന്താണ് കുറച്ച് ദിവസങ്ങളും അവയുടെ പ്രത്യേകതയും തീമുകളും നോക്കാം. നമുക്കറിയാം ലോക ജലദിനം എന്നാണ് കൂട്ടുകാരെ മാർച്ച് 22 അല്ലേ? ലോക ജലദിനം മാർച്ച് 22. PSC ചോദിച്ചത് 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ഹിമാനി സംരക്ഷണം എന്നാണ്. നമ്മൾ 2024 ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചതാണ്. ഇനി 2025 നമ്മൾ എന്താക്കുക പഠിച്ച് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് പഠിക്കുക. ഇനി വരുന്ന പരീക്ഷ 2025 ആയിരിക്കും ചോദിക്കാൻ ഏറെ ചാൻസ്. 2024 സമാധാനത്തിനായി ജലം എന്നതാണ് 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം. മാറിപ്പോവല്ലേ? അപ്പോൾ 2025 ഹിമാനി സംരക്ഷണം, 2024 സമാധാനത്തിനായി ജലം. അതുപോലെ മാർച്ച് 23 നമുക്കറിയാം ലോക കാലാവസ്ഥാ ദിനമാണ് അല്ലേ? മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എന്ന് ചോദിച്ചാൽ പറയണം മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നികത്തുക എന്നാണ്. മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നികത്തുക എന്നതാണ് 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം. ഈ 2024 പ്രമേയം എന്തായിരുന്നു? കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ എന്നാണ് 2024 പ്രമേയം. മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നികത്താം എന്നാണ് 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം. യെസ്. ഇനി ലോക ക്ഷയരോഗ ദിനം എന്നാണ് കൂട്ടുകാരെ. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 അല്ലേ? അപ്പോൾ നമുക്ക് 2025 പ്രമേയം യെസ് എന്താണ്? അതെ, നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം, പ്രതിബദ്ധത നിക്ഷേപം എത്തിക്കുക എന്നതാണ് 2025 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം. യെസ്, വി ക്യാൻ എൻഡ് TB കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നതാണ് 2025 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം. ഓക്കെ അല്ലേ? മനസ്സിലായോ? യെസ്. ഇനി 2020 ഏപ്രിൽ 22 ലോക ഭൗമദിനമാണെങ്കിൽ 2025 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം, അവർ പവർ അവർ പ്ലാനറ്റ് എന്നാണ്. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം അല്ലേ? 2022 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നാണ്. 2024 പ്രമേയം എന്തായിരുന്നു ചോദിച്ചാൽ പറയണം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. എന്താണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്? 2025 ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 നമുക്കറിയാം. ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ്. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. 2025 എന്താണ്? എൻ്റെ ആരോഗ്യം 2024 എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് 2024 പ്രമേയം. 2025 ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. അതുപോലെ ലോക പരിസ്ഥിതി, നമ്മൾ കഴിഞ്ഞ ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 അല്ലേ? 2025 പ്രമേയം എന്താണ്? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെച്ച് പഠിക്കുക. നെക്സ്റ്റ് APSC രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2025 ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് അല്ലേ? 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം ഏതാണ്? യെസ്, പാരീസ് ആണ് അല്ലേ? പാരീസ്. 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന സ്ഥലം ഏതാണ് കൂട്ടുകാരെ? പാരീസ്. ഏതാണ്? പാരീസ്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭം ഏത്? കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള
സംരംഭം ഏത് എന്നാണ് ചോദ്യം. എന്താണ് കൂട്ടുകാരെ? അമ്മ മനസ്സ്. ഓപ്ഷൻ ഡി അമ്മ മനസ്സാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? അമ്മ മനസ്സ്. ഓക്കെ, അപ്പം അമ്മ മനസ്സാണല്ലേ. അപ്പം നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്കായുള്ള വിവിധ പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ കഴിഞ്ഞ ഒരു പരീക്ഷയിൽ ചോദിച്ചത് മാതൃജ്യോതി. എന്താണ് മാതൃജ്യോതി? എന്താണ് മാതൃജ്യോതി? ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിന് 2 വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. എന്താണ് മാതൃജ്യോതി? ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് ഈ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചാണ് മാതൃജ്യോതി. ഭിന്നശേഷിയുള്ള അമ്മമാർക്കാണ് കുഞ്ഞിന് 2 വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി അല്ലേ. ഇനി കനൽ പദ്ധതി എന്താണ് കൂട്ടുകാരെ? സ്ത്രീധന പീഡനങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർക്കാർ അവതരിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയാണ് കനൽ. ഓക്കെ അല്ലേ. ഇനി സ്വാശ്രയ നിധി എന്താണ്? തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുവാനുള്ള ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ. ഇതാണ് തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുവാനുള്ള ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ. ഇനി പടവുകൾ എന്താണ്? പടവുകൾ അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണം എന്നിവ കാരണം ഭർത്താവിന് നഷ്ടമായി വിധവകളാകുന്ന സ്ത്രീകൾക്ക് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പടവുകൾ. ഇനി സഹായഹസ്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഹായഹസ്തം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ഒറ്റത്തവണ സഹായമായി 30,000 രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് സഹായഹസ്തം. ഓക്കെ, മനസ്സിലായോ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 2024 ജൂലൈ 27 2024 ജൂലൈ 27 സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിൻ്റെ യോഗത്തിൻ്റെ പ്രധാന വിഷയം എന്തായിരുന്നു? എന്താണ് കൂട്ടുകാരെ ക്വസ്റ്റ്യൻ? നോക്കണേ. 2024 ജൂലൈ 27 സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിൻ്റെ യോഗത്തിലെ പ്രധാന വിഷയം എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി വികസിത് ഭാരത് അറ്റ് 2047. എന്താണ്? വികസിത് ഭാരത് 2047. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 ജനുവരി 29 GSLV F50 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിന് 100ാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. അത് NVS-02. ഓപ്ഷൻ എ NVS-02 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പരീക്ഷയിൽ ആനുകാലിക വിഷയത്തിൽ നിന്നും ചോദിച്ചത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ, സീ യു.